നമസ്കാരം. ക്ലോസപ്പ് കോ പ്രസൻസ് ലെറ്റ്സ് റോക്ക് ആൻഡ് റോളിന്റെ മറ്റൊരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ടുപേരും മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മൾ എനർജിയിലൊക്കെ വന്നിങ്ങനെ നിൽക്കുന്നുണ്ട്. അതിലും എനർജറ്റിക് ആയിട്ടാണ് നമ്മുടെ സ്റ്റാർസ് വന്ന് നിൽക്കുന്നത്. ഏതൊക്കെ? ടീം മധുരരാജയുടെയും ടീം ദേവാസുരത്തിന്റെയും സ്റ്റാർസ് ബാക്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് എനർജിയോട് കേറാനായിട്ട്. നമുക്ക് അവരെ വെൽക്കം ചെയ്യാം അല്ലേ? നമ്മുടെ സ്വന്തം താരങ്ങളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹലോ, നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. അതെ അതെ, ഒരു സെക്കൻഡ്. എനിക്കൊരാളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യണു. നമ്മുടെ സൗഭാഗ്യം എന്താണ്? എടാ എന്ത് പറ്റി? എന്താണ് നീ അങ്ങനെ മാറിയിരിക്കുന്നത്? പയ്യെ ഒരു മൂടില്ല. ഈ ഫ്ലോറിൽ വന്നിട്ടോ? എന്താ പറ്റിയ പറ. അത് അർജുൻ എന്താ പറ്റി സൗഭാഗ്യ? ഓക്കെ അല്ലേ? അത് ഞാൻ അർജുന്റെ അടുത്ത് പറഞ്ഞോളാം. എന്താ പറ്റിയ പറ. എന്താന്ന് പറഞ്ഞാല് ഈ അർജുൻ ചേട്ടനായിട്ടൊരു ചെറിയൊരു ഞാനായിട്ടോ? അർജുൻ ചേട്ടനായിട്ട് അറിഞ്ഞ ചേട്ടനാ? എന്ത് പ്രശ്നം? അതിപ്പോ നിങ്ങൾ സംസാരിച്ച് തീരാവുന്ന പ്രശ്നമില്ല. അതന്നെ, സംസാരിച്ച് തീർക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും പുള്ളി ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ് മാറിക്കൊണ്ടിരിക്കുവാണ്. ഇങ്ങനെ കിട്ടണില്ല സംസാരിക്കാൻ. അതാണ് എന്താന്നറിയോടാ, ഞങ്ങളുടെ ആണുങ്ങളുടെ ചെറിയൊരു ട്രിക്ക്. അതെ, നിങ്ങൾ ഒരാൾ ഈ സ്റ്റേജിൽ വന്നിരുന്നത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നാൽ നമുക്കറിയണ്ട എന്താ പറ്റിയേ? അല്ല, സംഭവം അവള് കുറച്ച് ടെൻഷനില്. എന്താ ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് അർജുനായിട്ട് എന്തോ ചെറിയൊരു പ്രശ്നം. നീ അല്ലല്ലോ പ്രശ്നം. ഞാനല്ല, മറ്റേ അർജുനായിട്ട്, ഭർത്താവായിട്ട് പ്രശ്നം. അർജുനായിട്ട് പ്രശ്നമാണോ? ഒരേ ഒരാളെങ്കിലും ഉണ്ടാവും. എന്താ പറ്റിയേ? അതാണ് എന്താ പറ്റുന്ന, സംസാരിക്കാനായിട്ട് പുള്ളിയെ കിട്ടണില്ല. അപ്പത്തേക്കും പുള്ളി ഇങ്ങനെ മാറി മാറി ശരിക്കും കേറിയില്ലല്ലോ പുള്ളി. ഞാൻ പറയട്ടെ, വേറെ പ്രശ്നമൊന്നുമല്ല. എനിക്ക് എന്റെ ഒരു ആണുങ്ങളുടെ സൈക്കോളജി വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയത് വേറൊന്നുമല്ല, അവൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് അവൻ മാറി പോകുന്നതാണ്. അപ്പൊ ഇവള് പുറകെ ചെല്ലുമല്ലോ. ഒന്നുമല്ല. അല്ലല്ല, അങ്ങനെ വരാൻ കുഴപ്പമില്ലല്ലോ. ഈ അർജുൻ അങ്ങനെ ചേട്ടന് വേറൊരു ലൈൻ സെറ്റ് അത് കറക്റ്റ് ആയിരിക്കും. കറക്റ്റാ. ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അത് തോന്നിയോ? ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഞാൻ കണ്ടു. അതെ പറയലണ്ട. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. പറഞ്ഞില്ലേ? എന്ത് കണ്ടു? ഞാൻ കണ്ടു, ചേട്ടന്റെ ലൈനുമായിട്ട് നിൽക്കുന്ന ഞാൻ കണ്ടു. ഏത് വേറെ പെണ്ണിനോട് നിക്കണം? നീ ഞാൻ കണ്ടു. ചുമ്മാ ഞാൻ കണ്ടു. അത് ഏതാ പെണ്ണേതാണെങ്കിൽ പിന്നെ ചോദിക്കണമല്ലോ. ഇവിടെ ആൾക്കാർ കുറവുള്ളവരെ നിങ്ങൾക്ക് മനസ്സിലാക്കി കൂടെ ആരാന്ന്. നമ്മുടെ ഭാഗത്ത് അതാ അന്വേഷിക്ക എവിടെയാണ്. എന്തേ ചോദിക്കാൻ നമുക്ക് ഇത് മെഗാ സീരിയലൊന്നല്ല, ലൈവായിട്ട് നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. എന്തറിഞ്ഞിട്ടാ താൻ കയ്യിലൊക്കെ പിടിച്ചോണ്ട് പറഞ്ഞത്? അശ്വതിക്ക് ഇങ്ങനെ കല്യാണം കഴിഞ്ഞാണെന്ന് അറിഞ്ഞൂടെ? വൃത്തിയായിട്ടൊരു പെൺകുട്ടിയാണ്, എനിക്ക് എല്ലാ റൈറ്റ്സും ഉണ്ട്. വാ ചേട്ടാ. എന്ത് റൈറ്റ്സ്? ഞാൻ ആരാ നിങ്ങളുടെ കൂടെ ഉള്ള കണ്ടസ്റ്റന്റ് തന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്നതല്ലേ? എന്റെ പെങ്ങളല്ല, പെങ്ങളല്ല സുഹൃത്ത്, പെങ്ങളല്ല. എന്റെ ഫ്രണ്ട് തന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്നതല്ലേ? പിന്നെ അല്ലാണ്ട് വിശ്വാസം ഇറങ്ങി വരാൻ വിളിക്കണ നമ്മളെ വിളിച്ചു. അതെനിക്ക് തന്നെ അറിഞ്ഞൂടാ. എല്ലാവർക്കും അറിയാവുന്നതാണ് നിന്റെ ഭാര്യയാണെന്നത്. ഭാര്യയെന്ന് നിങ്ങൾക്ക് മാത്രം അറിയില്ല അല്ലേ? ഇവിടെ എല്ലാവർക്കും അറിയാലോ, നിങ്ങൾക്ക് മാത്രം അറിഞ്ഞൂടാ. ഭാര്യയല്ലേ? അശ്വതിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ ഇത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. എനിക്ക് ചേട്ടന് ഇഷ്ടം, ചേട്ടനും ഇഷ്ടം. അല്ല, അത് അവരൊരു ഇഷ്ടമല്ലേ? അതിലിപ്പോ നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഇഷ്ടമൊക്കെ എന്താ പറയാ? അല്ല, അപ്പൊ ഇത്ര കാലം സൗഭാഗ്യം സ്നേഹിച്ചിട്ട് കല്യാണം കഴിച്ചതൊക്കെ അല്ല, അതിനൊക്കെ നമുക്കൊരു ഉത്തരം വേണ്ടേ? അത് ശരിയാ. അവൾ അത്രയും സ്നേഹിച്ചിട്ടല്ലേ കല്യാണം കഴിച്ചത്? എന്നാൽ ഈ അർജുൻ പോയല്ലോ. അർജുൻ ഏതെങ്കിലും ഒരു അർത്ഥം മതി. പോട്ടെ ചേട്ടാ. കാര്യം എന്തിരിക്കുന്നു? ഞാനിത് വർഷങ്ങൾക്ക് മുന്നേ തിരിച്ചറിയേണ്ടതല്ല. അല്ല, ഞാൻ സംസാരിക്കാം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ. നിങ്ങളാരാ? നിങ്ങളൊന്ന് പോയേക്കളാ.
അണ്ണാ അല്ല അണ്ണല്ല ഇവിടെ നിങ്ങൾ ഓക്കെ ആണോ? സെറ്റ് അല്ലേ? ഉറപ്പാണല്ലോ. ഇനി പ്രോപ്പർട്ടിയിൽ നീ ഇടപെടരുത്. ഇവിടെ ഞാൻ ആരാണ് എടാ വിൽക്കാരുന്നടാ പൊട്ടാ, അതിനൊക്കെ മനസ്സിലായില്ലടാ. എടാ ഞാനാടാ വത്തുപോലിന്റെ ഇത്രയും ഫേമസ് ആയ എന്നെ അറിയില്ലടാ. ഞാൻ വെച്ച് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണ ഏതോ കിളവനാന്ന് വിചാരിച്ചു. സോറി. അതെ തോളെന്ന് കൈയൊക്കെ എടുക്കും സഹോദരൻ. ഇല്ല മോള് പറഞ്ഞ അർജുൻ പോയി. ഹലോ താങ്കൾ എന്താണ് കൈയൊക്കെ വെച്ച് സംസാരിക്കണേ? കൈയെടുക്ക്. ഇവിടെ ഒരു കൈ ഉണ്ട് വേറെ. അല്ല ഞാനൊരു കാര്യം പറയട്ടെ. ഒരു വ്യക്തിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുമായിട്ട് ചേർത്തുന്ന ഓർമ്മകൾ എന്ന് പറയുന്നതാണ്. എനിക്ക് തോന്നുന്നു അല്ല പഴയ ഓർമ്മകൾ വേണ്ട, ഇനി ഞങ്ങൾക്ക് പുതിയ ഓർമ്മകൾ കുറെ ഞങ്ങൾക്ക് വേണ്ട. കാര്യം ഞാനിവിടെ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ഈ അർജുൻ ഭായിയുടെ എന്റെ അർജുൻ ചേട്ടൻ ആരുടെ ആണെങ്കിലും ഓർമ്മ എനിക്ക് തോന്നുന്നത് ബേസിക്കലി അർജുന്റെ മെമ്മറി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. അതെ പോയിന്ന് തോന്നണേ, ഓർമ്മ പോയിട്ടുണ്ട് പുള്ളിയുടെ. അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക്. ടെസ്റ്റ് ചെയ്തോളൂ. അതേമേ പൊളിഞ്ഞു പോണേ. താല്പര്യമില്ലല്ലോ. ഇല്ല അതേമേ ഇവന് ഓർമ്മയില്ലാണ്ട് അവര് അല്ല ഓർമ്മയില്ലാണ്ടാവണേ. ചേട്ടനപ്പൊ ഒന്നും ഓർമ്മയില്ല. ഇല്ല. ഞാനുമായിട്ട് ഒരുമിച്ച് പട്ടിയെ വളർത്തുന്ന ഓർമ്മയില്ല. ഇല്ല. ഇല്ല. എന്റെ കൂടെ ഡാൻസ് ക്ലാസ്സിൽ പോകുന്നത് ഓർമ്മയില്ല. ഒട്ടും ഓർമ്മയില്ല. ഒരിക്കലും ഓർമ്മയില്ല. ബൈക്ക് റൈഡ് ഓർമ്മയില്ല. ഇല്ല അവൻ ഓർമ്മയില്ല, എനിക്ക് ഓർമ്മയില്ല. വേണ്ട ഒന്നുമില്ല. അതെ. അല്ല ഓർമ്മയില്ലെങ്കിൽ ഇപ്പൊ ഇവിടെ എന്താ പ്രശ്നം? അപ്പൊ ഞാൻ ചെയ്യണം അത്രേ ഉള്ളല്ലോ. അങ്ങോട്ട് ഡിവോഴ്സ് ചെയ്യുന്നേ. നിങ്ങളെ പോലെ ഈ മണ്ണെണ്ണ ഒഴിക്കാൻ കിട്ടുന്ന ആ ഒരു അവസരത്തിൽ നിങ്ങൾ ആ മണ്ണെണ്ണ ഒഴിച്ച ആ തീ പൂരിപ്പിക്കുന്ന ഗോപുരമൊക്കെ തല വെച്ചോണ്ടോ നിന്ന്. ഞാൻ ഗോപുരമല്ല, ഞാൻ തൃശ്ശൂർ പൂരത്തില് ഇപ്പൊ കണ്ട പോലെ ഇറങ്ങി വരുമ്പോ പിടിച്ച ഫ്രണ്ടേ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഒരു സാധനം പോവില്ലേ എന്തായാലും ഒരു കാര്യം, ഈ ചേട്ടന്റെ അടുത്തുള്ള എന്റെ ആ ഫുൾ സ്നേഹത്തില് ഞാനൊരു സ്നേഹ സമ്മാനമായിട്ട് കൊടുത്ത ഒരു ബൈക്കുണ്ട്, നിഞ്ച 1000. ആ ഒരു ബൈക്ക് ഇപ്പൊ എന്തായാലും ചേട്ടനൊന്നും ഓർമ്മയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അത് അർജുന് ഞാൻ അത് നല്ല കാര്യം. അതും അർജുന. എനിക്ക് വേറൊരു ബൈക്കുണ്ട്, അതിൽ പോവാ. എനിക്ക് വേറൊരു ബൈക്കുണ്ട്, ഹോണ്ട CB 1000R. അതും ഞാൻ അർജുന കാലെത്തൂടാ. എനിക്കെത്തും. ഞാൻ മറ്റേ അത് ഞാൻ തരാം. പിന്നെ ദുഷ്ടനാണ്, എന്നെ പിടിച്ചോണ്ടോ ഇപ്പൊ സക്കൂട്ടി എന്ന് പറഞ്ഞ പുറകെ വേണോ? എന്നെ പിടിച്ചോണ്ടോ? ആര് പിടിച്ചോണ്ടോ? നീ മറ്റേ പുളിച്ചാടി എന്ത് ദുഷ്ടനാണ്. ഒരു കാര്യം ഒരു ബൈക്കല്ലേ ഞാൻ നിങ്ങൾക്ക് എന്തോ വാങ്ങിച്ചു വരാം. ഇപ്പഴേ വരാം. എന്തോ നീ എന്തോ ഞാൻ സമ്മതിക്കില്ല. എന്തോ സമ്മതിക്കുന്നു? ഒന്നും എന്തോ സമ്മതിക്കാം. എന്താ ഇവിടെ സംഭവം? എനിക്ക് നീയല്ല പറഞ്ഞ എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഓർമ്മ അങ്ങനെ പലതും പറയുന്നിട്ടില്ല. അവൻ പറഞ്ഞതാണ്, ഞാൻ കേട്ടതാണ്. ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കൊരു ബൈക്ക് കിട്ടുമെന്ന് എല്ലാം ഓർമ്മയാണ്. ഞാൻ വാങ്ങിച്ചൊരു കാറ് വാങ്ങിച്ചതാണ്. എന്റെ ബൈക്ക് ഇത്തിരി വലുതാണ് എനിക്ക്. അയ്യോ എന്റെ ബൈക്ക് പക്ഷെ എനിക്ക് വലുതാ. എനിക്ക് മടി. നീ ഒരു കാര്യം അടുത്തങ്ങോട്ട് നിങ്ങൾ നമുക്ക് എവറി നൈറ്റ് കളിക്കാം. ഒരു മിനിറ്റ് ഞാൻ കളിക്കാം. പക്ഷെ എന്റെ ബൈക്ക് അപ്പൊ അതാരാ? ഞാൻ നിനക്കൊരു BMW വാങ്ങി. നിങ്ങൾക്ക് ഇവിടെ എന്താ കാര്യം? എനിക്കറിയത്തില്ല. എടുത്തോ, അതിനെ കൂടി എടുത്തോ. വാങ്ങിച്ചെന്നും അവൾക്കുള്ള സ്നേഹം അതിലും 10 ഇരട്ടി വലുതാണ് അവൾക്ക് എന്നോടുള്ള സ്നേഹം. അതെ, സിനിമയിലെ ഡയലോഗാ എന്ന് നിന്റെ പോയി ഇന്ന് പറയും. പക്ഷെ ഞാനാണ് ഇറക്കിയത്. നിങ്ങൾ സംസാരിച്ച എന്റെ ഭാര്യ ഇപ്പൊ എന്താ പ്രശ്നം? നിങ്ങൾ ആ മറ്റേ കളിയും ചിരിയെ കഴിഞ്ഞ ഭാര്യ പറഞ്ഞു ഇവളായിട്ട് എന്തിനാണ് ആടി കഴിഞ്ഞ എന്തായാലും ആടിയതും പാടിയതും കളിച്ചതും അതെന്തിനായിരുന്നു? അത് ഞാനൊരു കാര്യം പറയണ്ട. എന്താ നിനക്ക് എത്രത്തോളം ഇഷ്ടം എന്റെ അടുത്തുണ്ടെന്ന് ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്തേ. മനസ്സിലായില്ല, എനിക്ക് ഇഷ്ടമല്ലാന്ന്. കുഴപ്പമില്ല. പക്ഷെ ബൈക്കിങ് തന്നിട്ട് പോയാൽ മതിയായിരുന്നു. ബൈക്ക് ഞങ്ങൾക്ക് പോകാൻ ബൈക്ക്. അയ്യോ അത് എന്റെ പേരിലുള്ള ബൈക്കാണ്. ഈ നാടകത്തിൽ ഈ മനുഷ്യന്റെ പങ്കെന്താ? ഏത് മനുഷ്യൻ? ഈ ഡിവോഴ്സ് മനുഷ്യന്റെ. ഡിവോഴ്സ് മനുഷ്യന്റെ. ഇത് മനുഷ്യനാ, ഇത് ഏതാ മല? അതൊക്കെ കണ്ടില്ലേ? എന്തിനായിരുന്നു അപ്പൊ ഈ പൊറാട്ടും നാടകം ഇത്രയും നേരം ഇവിടെ അരങ്ങേറിയത്? ഞാൻ ഇവിടെ ഈ നാടകം കളിച്ച എന്തിനാണെന്ന് അറിയാമോ? എന്തിനാ? ഞാൻ ഇവിടെ ഈ നാടകം കളിച്ച ഈ തോറ്റ ടീം വീണ്ടും തോറ്റു തരാൻ നിങ്ങൾ എനിക്ക് വാഗ്ദാനം തന്നു. ഈ ടീമിന്റെ ക്യാപ്റ്റൻ. തോറ്റ ടീം വീണ്ടും തോറ്റു തരാമെന്ന് പറഞ്ഞോ ഈ നാടകം കളിച്ച? അതെ. മനുഷ്യ അവരെന്നും തോറ്റോണ്ടിരിക്കുവല്ലേ, നമ്മളല്ലേ ജയിച്ചോണ്ടിരിക്കുന്നത്. ഈ നാടകത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ഞാനിപ്പോ വെറുതെ എന്റെ അർജുനന് കുറെ സ്വപ്നങ്ങൾ ഞാൻ നൽകിയില്ലേ? സ്വപ്നം നൽകിയോ? ആ സ്വപ്നം ഞാൻ പൂവണിച്ചോളാം. 5 മിനിറ്റ് കഴിഞ്ഞ 3 മിനിറ്റ് നിന്റെ അടുത്ത് ഉത്തരേ പൂവണിക്കാ. നീയാണോ ഇനി? നീ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് ഇവിടെ.
മറക്കുന്നുണ്ട്, ഓർക്കുന്നുണ്ട്, ബൈക്കിന്റെ കാര്യം പറയുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ട്. പക്ഷേ എന്റെ ജീവൻ അപകടത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും വേഗം ഇവരെ സീറ്റുകളിലേക്ക് ഇരുത്തണം. അപ്പൊ പ്രിയപ്പെട്ട താരങ്ങളെ സീറ്റുകളിലേക്ക് ഇരിക്കാം. അപ്പൊ എന്തായാലും മറവി, ഓർമ്മ, കൺഫ്യൂഷൻസ് എല്ലാം പറഞ്ഞു. പക്ഷേ ചില സിനിമകൾ കണ്ടാൽ ചില ആർട്ടിസ്റ്റുകളുടെ മുഖം നമ്മുടെ മനസ്സിൽ നിന്ന് പിന്നെ മാറുകയില്ല. അതിങ്ങനെ ഇവിടെ നിങ്ങൾ തറച്ചിരിക്കും. അതുപോലെയുള്ള ഒരു ബ്യൂട്ടിഫുൾ ആർട്ടിസ്റ്റ് ആണ് ഇനി നമ്മുടെ കൂടെ ഈ വേദിയിൽ ജോയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോ സരി പറഞ്ഞു വരുന്ന ഒരു പെൺകുട്ടിയാണ് വരുന്നത്, ഒരു സുന്ദരിയാണ് വരുന്നത് അല്ലേ? അതെ. ആരായിരിക്കും അണ്ണാ? ഓക്കെ, ഒരുപാട് സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടാലന്റഡ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഗായത്രി സുരേഷ്. ഇവളാരോ ഇവളാരോ ആരോ ആരോ കരിമുകിലലകളിൽ മിന്നൽ കിണറുപോ എരിവയിൽ വേനലിൽ ഒരു മഴത്തുള്ളി പോ ആരോ ഇവളാരോ ആരോ ഇവളാരോ. ആക്ടിംഗ് ആയാലും ഡാൻസിങ് ആയാലും ഇവൻ ഒരു ഫോട്ടോഷൂട്ട്സ് ആയാൽ പോലും ഗായത്രിയുടേതായ ഒരു കൊണ്ടുവരുന്ന ഒരാളാണ് അല്ലേ? ആണോ? ആണ്, തീർച്ചയായിട്ടും ആണ്. വല്ലാണ്ട് പൊക്കുന്നു ഭയങ്കര അടിപൊളിയല്ലേ? എന്താ ഇതിവിടെ ആര് വന്നാലും ദിവ്യ അടിപൊളിയല്ലേ എന്ന് പറയും. ഇപ്പൊ നാളെ ഈ വേറൊരാൾ വന്നാലും പറയും അടിപൊളിയല്ലേ. കാര്യം കണ്ടോ? അല്ല, ഞാൻ ഗായത്രിയുടെ ബിഗ് ഫാനാണ്. ഞാൻ ഗായത്രിയുടെ ഒരു അയ്യോ ഇപ്പൊ അങ്ങനെയാ. ചേട്ടന്റെ പേരെന്നറിയാമോ? തത്തമ്മ. ഗായത്രിയുടെ സിനിമയെല്ലാം ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. ഏതാ ഒരു സിനിമ പറഞ്ഞു? തത്തമ്മ തത്തമ്മ തത്തമ്മയെ പൂച്ച പൂച്ച തന്നല്ലേ? ഒരു ജമിനി പ്യാരി, ജമുന പ്യാരി. പിന്നെ വേറെ ഒരു കോളേജിലെ ഒരു ഇമ്മട്ടിയുടെ പടത്തിൽ മെക്സിക്കൻ ചേട്ടൻ ഇനി വിഷമിക്കണ്ട. എനിക്ക് തോന്നുന്നു കുറെ അധികം സിനിമാ വിശേഷങ്ങൾ പറയാനുണ്ട് ഗായത്രിക്ക്. എന്തൊക്കെയാണ് പുതിയ സിനിമാ വിശേഷങ്ങൾ? 1, 2 എത്ര? പുതിയത് ഒരു കൊറോണയാണ് മെയിൻ പ്രശ്നം. അല്ലെങ്കിൽ ഒരു 4 മലയാള സിനിമയും ഒരു 2 തെലുങ്ക് സിനിമയും ഇറങ്ങാനിരിക്കും. തെലുങ്കിലെത്തി. ഇവിടത്തെ പ്രശ്നം ഫ്ലൈറ്റിൽ പോയത്. ഞങ്ങൾക്ക് പോകണമെന്നുണ്ടായിരുന്നു. భోజనం చేస్తావా? భోజనం చేస్తాను. മറ്റേ സാധനം അല്ല, ഇത് പറയാൻ വേണ്ടിട്ടാണ് ആദ്യം മറ്റേ തമിഴൊക്കെ തെലുങ്കൊക്കെ ഇറക്കിയത്. മലയാള സിനിമകൾ ഏതൊക്കെയാണ്? മലയാളം അഭിരാമി, പിന്നെ ഉത്തമി, മാഹി, ബദൽ, ഈ 4 സിനിമകളാണ്. ഡിഫറെന്റ് ആയിട്ടുള്ള ടൈറ്റിൽസ് ആണല്ലോ. ഈ അഭിരാമി എന്നൊക്കെ പറയുമ്പോ ടൈറ്റിൽ ക്യാരക്ടർ. അതെ അതെ. അഭിരാമി ദുബായിൽ എന്തോ ഷൂട്ട്. അതെ അതെ കേട്ടിരുന്നു. പിന്നെ തെലുങ്ക് സിനിമകള്? തെലുങ്ക് ഒരെണ്ണം ഹീറോ ഹീറോയിൻ എന്ന് പറഞ്ഞിട്ട് സിനിമയുടെ പേരാണോ? അതെ. പിന്നെ ഹീറോയിൻ ആയിട്ടാണോ? അതെ അതെ. പിന്നെ ഒരെണ്ണം നീനു ലേനീന പ്രേമകഥ. സരയു, ശരിക്കും ഗായത്രി കടന്നു വന്നപ്പോ ഗായത്രിയുടെ മനസ്സില് കല്ലും മാത്തൊക്കെ അവിടെ നിൽക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞായിരിക്കും കേറി വന്നിട്ടുണ്ടാവുക അല്ലേ? പക്ഷെ പെട്ടെന്ന് ഞങ്ങൾ ഇത് ഏത് ഈ 2 ആൾക്കാർ എന്ന് വിചാരിച്ച് കാണും. പക്ഷെ ഒട്ടും വിഷമിക്കണ്ട, ഗായത്രിയെ പറ്റി അവർക്ക് പറയാനായിട്ട് റെഡിയാണ്. ഈ എപ്പിസോഡിനെ പറ്റി പറയാനായിട്ട് നമുക്കൊന്ന് കണ്ടുനോക്കിയാലോ? ഡെഫിനറ്റ്ലി. ഹായ്, ഹലോ, നമസ്കാരം. കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റോക്ക് ആൻഡ് റോളിന്റെ വേദിയിലേക്ക് വരാനായിട്ട് എനിക്ക് കഴിയാത്തതിന്റെ ഒരു ചെറിയ സങ്കടവും അതിന്റെ ഒരു മിസ്സിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 ടീമുകളെയും, ടീം ദേവാസുരത്തിനെയും ടീം മധുരരാജയും ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ ഇന്നാണ് എൻ്റെ ഏറ്റവും വലിയ മിസ്സിംഗ് ഡേ. കാരണം എന്താ വെച്ചാൽ ഇന്ന് ഗായത്രി സുരേഷിനെ കാണാൻ പറ്റാത്തതിലുള്ള സങ്കടം എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. എനിക്ക് ഗായത്രിയോട് ഒന്നേ പറയാനുള്ളൂ, അവിടെ ഒരുപാട് കാണാൻ കൊള്ളാവുന്ന പിള്ളേരൊക്കെ ഉണ്ട്, ആ പ്രഭിനെ പോലെയുള്ള ആൾക്കാരൊക്കെ. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് പരമാവധി സാമൂഹിക അകലം പാലിക്കുക, പരമാവധി സമയത്ത് മാസ്ക് ഒക്കെ വെച്ചിട്ട് നിൽക്കുക. ഒപ്പം വർക്ക് ചെയ്യുന്ന പിള്ളേരും പരമാവധി സമയത്ത് മാസ്ക് ഒക്കെ വെച്ചിട്ടിരുന്നോളണം. അതല്ലാതെ ഒരുപാട് സൗന്ദര്യമൊന്നും പുറത്ത് കാണിക്കാനായിട്ട് നിൽക്കണ്ട. അപ്പോൾ പൊളിച്ചെടുക്കാം. നമുക്ക് കാണാം. അതാണ് നമ്മുടെ കല്ലും മാത്തും. ഇവിടെ ഇല്ലെങ്കിലും അവരെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. എന്താണ് പറയാനുള്ളത്? ഓഡിയൻസിനോട് എനിക്ക് പറയാനുള്ളത്, എനിക്കും വന്നതാണ് കോവിഡ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം മനസ്സിന്റെ ഒരു ധൈര്യം കൈവിടാതിരിക്കുക. നിങ്ങൾ എന്തായാലും പൂർണ്ണ ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരും എന്ന് മനസ്സിൽ ഉറപ്പിക്കുക. ഒരുപാട് റെസ്റ്റ് എടുക്കുക, നല്ല ഭക്ഷണം കഴിക്കുക. എനിക്കൊക്കെ വളരെ മൈൽഡായിട്ടാണ് വന്നു പോയത്. ദൈവം സഹായിച്ച് എല്ലാവർക്കും
ഒരു നല്ല ജീവിതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഓക്കെ, അപ്പൊ എന്തായാലും മലയാളവും തമിഴും തെലുങ്കും ഒക്കെ കടന്നു പോയത് ആള് വന്നോടെ നമ്മൾ വെറുതെ സീറ്റിലേക്ക് എടുക്കുന്നത് ശരിയല്ലല്ലോ. ഏത് കുറേയധികം കളികൾ കളിച്ച് വളർന്ന കുട്ടിയാണ് നമ്മുടെ ഗായത്രി. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയൊരു ഗെയിം കൂടെ കളിപ്പിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് ഇരുത്താൻ പറ്റുള്ളൂ. അതായത് വരുന്ന എല്ലാ സെലിബ്രിറ്റി ഗസ്റ്റും ഒരു ചെറിയ ഗെയിമിന്റെ ഭാഗമാവാറുണ്ട്. അതായത് ഇവർക്കൊരു വലിയ പ്രചോദനം എന്നുള്ള രീതിയിൽ ഒരു ചെറിയ ഗെയിം, ഒരു കുട്ടി ഗെയിം, അത് കളിച്ച് അവരേക്ക് ഒന്ന് എനർജി ആക്കിയിട്ട് നമുക്ക് സീറ്റിലേക്ക് ഇരിക്കാം. റെഡി അല്ലേ? ഗായത്രിക്ക് എപ്പോഴും റെഡി അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ സെലിബ്രിറ്റി ഗെയിമിലേക്ക് നമ്മൾ പോവാണ്. എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? മനസ്സിലായി. അതായത് കാറ്റപ്പിൾട്ട് അല്ലേ, ഇങ്ങനെ ആക്കിയിട്ട് വിടുക. ഏതാ കാറ്റ? അല്ല, നമ്മളതിനെ ആംഗ്രി ബേർഡ് എന്നൊക്കെ പറയും അല്ലേ? ഞങ്ങൾ കാറ്റപ്പുൾട്ടാ അല്ല അങ്ങനെയല്ലേ പറയാ? അല്ലല്ല, ആംഗ്രി ബേർഡ് തന്നെ പറയുള്ളൂ. തെറ്റാടി. അതൊരു തെറ്റാലി. തെറ്റാലി ആംഗ്രി ബേർഡ് എന്നും പറയും. അങ്ങനെയൊക്കെ മതി ഇവിടെ. ഗായത്രി ക്ലിയർ ആയിട്ട് പറഞ്ഞു. അവിടെ ഒരു തെറ്റാലി ഉണ്ട്. തെറ്റാലിയില് ബോള് നമ്മൾ 25 ബോൾസ് അവിടെ വെച്ചിട്ടുണ്ട്. അത് എടുക്കുക, ഈ ബാസ്ക്കറ്റിലേക്ക് ഡ്രോപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത്രയേ ഉള്ളൂ, സിമ്പിൾ. 25 ബോളും ഗായത്രി ആ സംശയം ചോദിച്ച സ്ഥിതിക്ക് ഗായത്രി എത്ര ബോൾസ് ഡ്രോപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്? ഒരു ഗസ്. 7 ബോള് കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്യണം. കാരണം നിങ്ങളെ കാത്തു നിൽക്കുന്ന 5001 രൂപയാണ്. കാത്തിരിക്കുന്ന 5001 റുപ്പീസ് ആണ്. ഞാൻ ഒറ്റ പ്രാവശ്യം പറയുള്ളൂ. 7 2 ബോൾ കേട്ടോ. ഓക്കെ, അപ്പൊ ടീം ടീമല്ല, പൈസ ടീമിനാണ്. അപ്പൊ ടീം മധുരരാജ 7. കേട്ടായിട്ട് നിക്കടേ, ടീമില്ല. അപ്പൊ 5000 കിട്ടിയാൽ ഞാൻ ഒറ്റയ്ക്ക്. ഓക്കെ, ശരി. ഇല്ല, സൗകര്യമില്ല. ടീമേ ഉള്ളൂ. ഓക്കെ, ശരി. അപ്പൊ 2 സുഹൃത്തു വല്ലാതെ ഒന്ന് തളർത്തിയതാണല്ലോ. രണ്ടെങ്കിലും മതിയെന്നാണ്. Anyways, അത് ഭയങ്കര ഒരു അർജുനത്തെ ചോദിക്കുന്നുണ്ട് എത്ര പറയണ്ട്? എത്ര പറയണം? ബോളിട്ട് കളി നടത്തും. പിന്നെ അല്ല കളിച്ച 1 2 നോക്കാം. 2 ബോൾ. ടീം ദേവാസുരം പറയുന്നു ഗായത്രി 2 ബോൾസ് ഡ്രോപ്പ് ചെയ്യുന്നു. ടീം മധുരരാജ പറയുന്നു 7 ബോൾസ്. അല്ല, കുറച്ചൊന്ന് കുറയ്ക്കാം. 2 ബോൾ ഇട്ടാൽ അപ്പൊ 7 ആയിട്ട് കാണും. നോക്കാം. ഏതായാലും ടീം ഗസ് ചെയ്തിട്ടുണ്ട്. ഗായത്രി, ഇനി ഗായത്രിയുടെ ടൈമാണ്. ഗെയിം പെർഫോം ചെയ്യാനുള്ള സമയം. റെഡി? ഗായത്രി ട്രൈ ചെയ്യണം മോളെ. 7 വീഴാൻ ട്രൈ. കുറച്ച് ടഫ് അത്. നോക്ക് നമുക്ക് നോക്കാം. നടക്കും. 25 ബോൾ ഉണ്ട്, നടക്കും. എനിക്ക് ഗായത്രിയുടെ കാര്യം പറയാനുണ്ട്. ഇവരുടെ ഗസ്സിങ്ങിന്റെ മുകളില് എന്ന് പറഞ്ഞാല് ചേട്ടൻ പറയുന്ന 7ന് മുകളിൽ ഗായത്രി ഇട്ടാ ഗായത്രിക്ക് തരുന്ന എത്രയാണെന്നറിയോ? 10,001 രൂപയാണ്. 8 ഇട്ടാ മതി. 8 ഇട്. നീ തുടങ്ങിക്കോ. റെഡി? പറ്റും. കറക്റ്റ് പൊളിച്ചു. ജസ്റ്റ് മിസ്. എല്ലാം ജസ്റ്റ് മിസ് ആണ്. അധികം പ്രശ്നം വേണ്ട. നമുക്ക് അധികം ജസ്റ്റ് മിസ് ആണ്. റൈറ്റ് സൈഡിലേക്ക് പോകുന്നു. ഒന്നുകൂടെ ലെഫ്റ്റ് ബാക്ക്. ജസ്റ്റ് മിസ്. വരും. ഞാൻ പറയട്ടെ, എല്ലാം ബക്കറ്റിന്റെ റൈറ്റിൽ കൂടെ വേണം. നമുക്ക് ബക്കറ്റിന്റെ റൈറ്റിലേക്ക് വെച്ച് നോക്കാം. ചിലപ്പോ കുറെ ഞാൻ നോക്കട്ടെ. ഞാൻ ആ ബക്കറ്റ് ഒന്ന് റൈറ്റിലേക്ക്. കുഴപ്പമുണ്ടോ? അല്ല, 7 ബോൾ ബാക്കിയുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല.
ഒന്ന് ഏകദേശം അത് ജസ്റ്റ് മിസ്സാണ്, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇല്ല, ഇത് നമുക്ക് സ്ട്രാറ്റജി പ്ലാൻ ചെയ്യാം. ഓക്കെ, വലിച്ചേ, കുറച്ചുകൂടി വലിച്ചേ. ഇതെന്താ ദേവസേനയും ഇങ്ങോട്ട് വന്നേ. ബാഹുബലിയോ? അതാണ് track. അതാണ് track. ഇത് ശരിയാവും. ഇത്തിരി ഫോഴ്സ് കുറച്ചാൽ ചിലപ്പോ സംഭവിക്കാം. കണ്ടോ? എങ്ങനെ എന്റെ ഭാര്യ ജയിച്ചേ. അത് തകർത്തു. അങ്ങനെ രക്ഷപ്പെട്ടു. നന്നായിട്ട് ഗസ് ചെയ്തല്ലോ. കറക്റ്റ് ഗസ്. ഞങ്ങള് ഫ്രണ്ട്സ് ആണേ. പിന്നെ അല്ല, അവിടെ അല്ല ഇവിടെ ടീമാണല്ലോ. ഒന്നായിരുന്നു കേട്ടോ. നമ്മളായിട്ട് ഒരു ബന്ധമില്ലേ? എടാ നമ്മൾ ടീമോടെ എന്തോ അർജുന ഇത്. ആ ഓക്കെ ഓക്കെ. ശ്രീജിത്ത് എക്സാക്ട് പറഞ്ഞു 2 ബോൾസ്. എന്തായാലും ട്രൈ ചെയ്തല്ലോ, അത് ഫുൾ അത് സമ്മതിച്ചു. അപ്പൊ നമ്മുടെ ദേവാസുരത്തിനും കിട്ടി 2000. ഓക്കെ, 5001 രൂപ. ചില കാര്യങ്ങളൊക്കെ തെറ്റിപ്പോണു കണക്കെന്ന് പറയുമ്പോ. സോറി, എത്ര? 5001 രൂപ. ഓക്കെ, കൊണ്ടുപോക്കോളൂ. താങ്ക് യു. ഇവരിങ്ങനെ ഗസ് ഒക്കെ ചെയ്താൽ പൈസ ഉണ്ടാക്കണം. നമ്മള് പണിയെടുത്താണ്. അതാണ് വ്യത്യാസം. സോ ടീം ദേവാസുരം, ടീം മധുരരാജ്യം റെഡിയാണ്. 2 സ്റ്റാർസ് വെച്ച് ഓരോ ടീമിലും റെഡിയാണ്. ഇനി ഗെയിം എന്താന്നുള്ള ഗെയിം പ്ലാൻ അങ്ങ് പറഞ്ഞേക്കാം അല്ലെ. ഇപ്പൊ സ്നേഹം സൗഭാഗ്യം വെച്ച് ഞാൻ എക്സാമ്പിൾ പറയാം. ആദ്യം വെള്ളത്തിലിരിക്കുന്നു, വെള്ളത്തിൽ നിന്ന് എണീറ്റ് വന്ന് ചെയറിലിരിക്കുന്നു. മാക്സിമം പ്രഷർ കൊടുത്ത് ആ സ്പോഞ്ചിലുള്ള എല്ലാ വെള്ളവും നമ്മൾ ഈ ബക്കറ്റിലേക്ക് ആക്കണം. അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോഴേക്കും എന്താണ്, ഒരു സർക്കിൾ പോലെ അടുത്ത സൗഭാഗ്യം ഇരിക്കുന്നു, ഇരുന്നു. 2 ചെയേഴ്സ് 2 ടീമിനായിട്ട് വെച്ചിട്ടുണ്ട്. അത് നമ്മളിതാ ഒരു ബില്ലുണ്ട്. അപ്പൊ ഈ 2 സൈഡിലും കണ്ടസ്റ്റൻസിനെ കണ്ടല്ലോ, കയപ്പരൊക്കെ ഇട്ട് കുഞ്ഞു കുട്ടികളുടെ വരിയാണ് നിൽക്കുന്നത്. 2 സൈഡിലും ഓരോ ടീമിനും ഓരോ പൂളും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ പൂളിൽ ചെന്ന് ഇരിക്കുക, മാക്സിമം പെറ്റാവുക, ഇവിടെ വരിക, പ്രഷർ ചെയ്ത് ആ ഡയപ്പറിലുള്ള അതിലുള്ള വെള്ളം മുഴുവൻ മാക്സിമം ഇതിലേക്ക് ആക്കുക. ടീമില് ഒരാള് വന്നിരിക്കുന്നു, അപ്പോ അടുത്ത ആൾ അവിടെ ഇവര് കംപ്ലീറ്റ് ചെയ്ത് എണീക്കുമ്പോ നെക്സ്റ്റ് ആള് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ ക്ലിയർ അല്ലേ? കുട്ടിയെ പോലെ തന്നെ സൗഭാഗ്യം. അങ്ങനെയല്ലെന്നേ, അവിടെ ഭയങ്കര ത്രിൽഡ് ആയിട്ട് നിക്കുവാന്ന്. ഭയങ്കര ഡിസ്കഷൻ ആയിരുന്നു. ആ സൗഭാഗ്യം കുറെ എത്ര വർഷമായി ഉണ്ടാവും ഡൈപ്പറൊക്കെ മാറ്റിയിട്ട് അല്ലേ? അല്ല അങ്ങനെയല്ല, ഞാൻ എന്റെ അർജുൻ കുഞ്ഞിക്കുട്ടി നീ ഒന്നും പണയണ്ട. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് ടീമിന് ഒരു വലിയ പ്രതീക്ഷയുണ്ട്. കാരണം ഞങ്ങളുടെ ആ ഒരു വെയിറ്റ് വെച്ച് ഞങ്ങൾക്ക് കൂടുതൽ പിഴിഞ്ഞെടുക്കാൻ പറ്റും എന്നുള്ളൊരു അന്തമാതിരി പ്ലാൻ. ഞങ്ങളെ Strategy planning. പ്ലാൻ ചെയ്തിരിക്കുകയാണ്. വെള്ളത്തിൽ ഡയപ്പറിൽ വരെ സ്ട്രാറ്റജി ഉണ്ടാവോ? അതെ, നിങ്ങൾക്ക് ഇതുപോലത്തെ വല്ല സ്ട്രാറ്റജി ഉണ്ടോ മക്കളെ? ഞങ്ങൾ പറയില്ല. ഇപ്പോഴും ഡയപ്പർ പ്രായെന്ന് തോന്നണം. എന്റർടൈൻമെന്റ് ബസ് എന്റർടൈൻമെന്റ്. അപ്പൊ ഏകദേശം തോക്കുന്ന ഇപ്പൊ തന്നെ അവർ ഉറപ്പിച്ചു തോന്നുന്നു. നീ ഇപ്പൊ ഏത് ടീമാ? ഞാൻ അർജുൻ. ഇല്ല മോളു, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പുറത്തെത്തി. ശരി. അപ്പൊ ഇത്തവണ ഞാൻ മധുര രാജയുടെ കൂടെയാണ്. മധുരരാജ ജയിക്കും ഇല്ലടാ? അത്രേ ഉള്ളൂ. പിന്നെ നമുക്കുണ്ട് സ്ട്രാറ്റജി പ്ലാനിങ്. പക്ഷെ നമ്മളത് വെളിപ്പെടുത്തില്ല. അത്രേ ഉള്ളൂ. വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ടീം ദേവാസുരം റെഡി. ഓക്കെ.
സരു ചേച്ചി ഇതിപ്പോ നമുക്ക് ഇവർക്ക് എഴുന്നേക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മള് ഇല്ല, എന്തിനാ തന്നെ എണീക്കണം. അയ്യോ നോ ഹെൽപ്പ്. രണ്ടുപേർക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റില്ല. പൂളിൽ ഇരിക്കുകയാണെങ്കിൽ എങ്ങനെയായാലും നമ്മൾ തന്നെ എണീക്കണം. അത്രേ ഉള്ളൂ. നമ്മൾ പണ്ട് വീഴുമ്പോ നമ്മളല്ലേ എണീക്കാറ്? നമ്മൾ ആ പഴയ കാലത്തിലേക്ക് പോവാണ്. റെഡിയാണല്ലോ? ഓക്കെ ഓക്കെ. ആ എണീറ്റോ? ഓക്കെ വെരി ഗുഡ്. സൗഭാഗ്യ ഇരിക്കണം. ആ വേഗം വേഗം. അശ്വതി എനിക്ക് സൂപ്പർ സൂപ്പർ. മതി എടുക്കടാ എടുക്കടാ. ഓക്കെ 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 മോളെ പോട്ടെ പോട്ടെ പോട്ടെ. അടിപൊളി. ഇരുന്നോ. ശരിക്കും ശക്തി. എനിക്ക് നടക്കുമ്പോൾ എണീക്കാൻ ഹെൽപ്പ് ചെയ്യരുത്. നമുക്ക് ജയിക്കാം. ഈസി ആയിട്ട് ജയിക്കാം. മതി എണീറ്റോ. മതി പറ്റും നിനക്ക് പറ്റും. അടിപൊളി എണീറ്റോ. പിഴിഞ്ഞോ. ഓ എന്റെ പൊന്നെ, ഇവിടെ എന്തൊക്കെ നടന്നിട്ടുണ്ട്. അടിപൊളി. കീട്ടിലനായിട്ട് ഈ ഗെയിം തീർത്തേക്കാണ്. ബാക്ക് വെച്ച് ബക്കറ്റിൽ വെള്ളം നിറയ്ക്കുന്നു. ഇത് എന്തായി നമുക്ക് നോക്കട്ടെ. അടുപ്പിച്ച് ഞാൻ വച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മെഷർ ചെയ്യണം ആരാ ജയിച്ചേന്നല്ലേ. ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറയേണ്ടി വരും. സരിയും എന്റെ ഒരു നിഗമനം വെച്ചിട്ട് മധുരരാജ ജയിച്ചു. ഒന്നുമല്ല ഇത്. മോനെ സോറി, ഇത് വ്യക്തമായി പറയുകയാണെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് എ ടൈ. ഇല്ല മധുര ടൈ ആണ്. ഞാൻ നോക്കിയേക്കാം. അപ്പൊ അല്ല, നമ്മുടെ വീട്ടിലെ മുതിർന്ന കാർന്നവര് വരുന്നുണ്ട്. വെള്ളത്തിന്റെ കാര്യം പക്ക ടൈ. അപ്പോ വെൽ പ്ലേഡ്. രണ്ട് ടീമും നന്നായിട്ട് മത്സരിച്ചു. സ്നേഹയൊക്കെ ഭയങ്കര കിടലൻ ആംബിയർ ആയിട്ട് ഒരു രക്ഷയിലിട്ട് നിങ്ങൾ. പക്ഷെ ഞങ്ങളും ഒട്ടും പുറകിലല്ല. ഞങ്ങളാണ് ഏറ്റവും കൂടുതലോട്ട് ഇരുന്നത്. പക്ഷെ അതെ, എന്ത് ചെയ്യാൻ പറ്റും. എന്തായാലും എൻഡ് ഓഫ് ദി ഡേ ക്വാണ്ടിറ്റി മാറ്റേഴ്സ്. അത് നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ ടൈ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു റൗണ്ട് കൂടെ നമുക്ക് ശ്രമിച്ചോക്കാം. ഓക്കെ, ഗെയിമിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഗായത്രി, അവിടെ ഒന്ന് ചോദിക്കണമല്ലോ, എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് റൗണ്ട്? ഭയങ്കര രസികൻ ടാസ്ക് ആയിരുന്നു. റിയലി എൻജോയ്. താങ്ക് യു സോ മച്ച്. അല്ലല്ല, അപ്പൊ രസിച്ച് കഴിഞ്ഞിട്ടില്ല. അടുത്ത റൗണ്ട് വരികയാണ്. സെക്കൻഡ് റൗണ്ട് വരികയാണ്. ഫസ്റ്റ് റൗണ്ട് ടൈ ആയതുകൊണ്ട് മാത്രം നമ്മൾ സെക്കൻഡ് റൗണ്ടിലേക്ക് പോവാണ്. ഈ റൗണ്ടോട് കൂടി നമുക്കൊരു തീരുമാനം ഉണ്ടാക്കണം. നിങ്ങൾ നാലുപേരും റെഡിയാണല്ലോ? റെഡി. എന്തൊരു താല്പര്യമില്ലാത്ത മക്കള്. കമോൺ. ആ ഓക്കെ, അത് മതി. പുറത്ത് വെള്ളമായതുകൊണ്ടാണ് താല്പര്യമില്ലാത്ത. അകത്ത് വെള്ളമായിരുന്നേ കുറച്ചുകൂടെ താല്പര്യം ഉണ്ടാവുമായിരുന്നോ? എന്നാ തോതൊക്കെ ശരിയാക്കി തരാം. ഇതിൽ വിജയിച്ചല്ല ഞാൻ ശരിയാക്കി തരാം. റെഡി. അപ്പുറത്ത് കൂടുതലായി അപ്പുറത്ത് നല്ല കൂടുന്നുണ്ട്. വെള്ളം പുറത്ത് പോണ നിങ്ങളുടെ മാക്സിമം അവിടെ നല്ല നിറഞ്ഞ
മതി 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 എടാ അവിടെ നല്ല നിറഞ്ഞ്. നമുക്ക് ജയിക്കാം. ഈസി ഈസി ഈസി. അവിടെ നല്ല നിറഞ്ഞ്, അവിടെ നല്ല നിറഞ്ഞ്. ബാബാ വെള്ളം പുറത്ത് പോണേ, വെള്ളം പുറത്ത് പോണേ, വെള്ളം പുറത്ത് പോണേ. മതി മതി വെള്ളം പുറത്ത് പോണേ. ഓക്കെ ഓക്കെ മതി. വെള്ളം പുറത്ത് പോണേ. പ്രബിനെ, എണീറ്റോളൂ രണ്ടുപേരും എണീറ്റോളൂ. എണീറ്റ് മാറും കുട്ടികളെ. എടാ പിള്ളേർക്ക് വയ്യാണ്ടിരിക്കണോ? 2 മിനിറ്റ് ഇരിക്കണോ? പ്രബിൻ, മതി, ഇനി അതിന്റെ വെള്ളമൊന്നും വരാനില്ല. എണീറ്റോളൂ. മൈ ഗുഡ്നസ്. ഇത് പ്രബിൻ കുറച്ചു നേരം കൂടെ കഴിഞ്ഞിട്ടാണ് എണീറ്റത്. വീഴത്തേട്ട് എണീറ്റിട്ട് കുറെ കൂടെ ഇല്ല കഴിഞ്ഞിട്ടാണ് ഇത് പ്രബിൻ ഇതല്ല. നന്നായി ചെയ്തു, നന്നായി ചെയ്തു. കുറെ കഴിഞ്ഞിട്ടാണ് പ്രബിൻ എണീറ്റത്. അത്ര Well played, well played. രണ്ടുപേരും എനിക്കിത് കണ്ടിട്ടൊരു നിഗമനം ഇല്ലാതില്ല. ഗായത്രി എന്ത് തോന്നുന്നു? ഇത് ഈസിയാണ്. ചാലഞ്ചിങ്. ഞാൻ എടുക്കട്ടെ ബക്കറ്റ്. Yes. എല്ലാവരും കണ്ടോട്ടെ. മധുരരാജൻ ജയിക്കാം. പയ്യെടുക്ക്, പയ്യെ. പറഞ്ഞോളൂ. ഇത് അർജുൻ എവിടെയുണ്ടോ അവിടെയുണ്ട് ജയം അല്ലേ? എടാ, കഴിഞ്ഞ ദിവസം ഞാൻ അപ്പുറത്തെ അത് നിന്റെ ഗുണമൊന്നുമല്ല, ഞങ്ങൾ കളിച്ചതന്നെയാണ്. ഇപ്പൊ നിന്റെ ഗുണമാക്കിയോ? അർജുൻ അങ്ങനെ തന്നെ വേണം. അല്ല, ഓക്കെ ശരി, അർജുനും ഞങ്ങളും കൂടെ. ഓ, പക്ഷെ അർജുൻ ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. ഞാനും ഭയങ്കര സ്പിരിറ്റ് ആയിരുന്നു. താങ്ക് യു. ഞാനോ? ആരാ ഞാനും ഞാനും ആ ഓക്കെ അശ്വതി ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ നമ്മുടെ കാർന്നൂർ അടിപൊളിയായിരുന്നു. അണ്ണാ അടിപൊളിയായിരുന്നു. ഇങ്ങോട്ട് ഉണ്ടായിരുന്നാ അർജുനെ എടാ തോസ്റ്റ് തരണോടാ ഒരു പ്രാവശ്യം കൊണ്ട് വെറുതെ. ഞങ്ങളെ തോറ്റ് തരുന്ന പോലെ വേണമെങ്കിൽ പറഞ്ഞോളൂ. ആ ബക്കറ്റ് മാറ്റി അപ്പുറത്ത് വെച്ചോളൂ. എപ്പോഴും തോറ്റ് നിങ്ങൾ തരുന്ന പോലെ ഇരുന്ന് ഇത്ര ഞെക്കിയതല്ലേ, നിങ്ങൾ തന്നെ എടുത്തു. ഞെക്കിയാണെങ്കിലും ഞങ്ങള് ജയിച്ചു. അല്ല, ഞങ്ങള് ജയിക്കുമ്പോ ഞങ്ങളുടെ വിജയം, ഞങ്ങളുടെ അത് വേറൊന്നുമല്ല. അശ്വതിക്ക് ജയിച്ചപ്പോ വാക്കുകൾ കിട്ടുന്നില്ല, അത് മാത്രമേ ഉള്ളൂ അല്ലേ? അതല്ല ഇപ്പൊ സംഭവിച്ചേ. സപ്പോർട്ട് ചെയ്ത മനുഷ്യ. എടാ സപ്പോർട്ട് ചെയ്ത ജയിച്ചപ്പോ വാക്കുകൾ കിട്ടുന്നില്ല എന്ന് കളിയാക്കിയതാ നിന്നെ. ഓ കമോൺ. ജയിപ്പിച്ചല്ലേ നമ്മളതൊരു സ്നേഹമില്ലേ നിനക്ക്? എനിക്ക് എപ്പോഴും സ്നേഹമുണ്ട്, പക്ഷെ ജയിപ്പിച്ചോ നിങ്ങളുടെ സ്നേഹമൊക്കെ തുടക്കത്തിൽ കണ്ടതാണ്. കാര്യം ഇത്രേ ഉള്ളൂ. ഇന്നത്തെ ഗെയിമില് ടീം ആര് ജയിച്ചു എന്ന് മധുരരാജ ആണോ എന്ന് നമുക്ക് ഗായത്രിയോട് ചോദിക്കാം. ഗായത്രി ആരാ ജയിച്ചത്? ഗായത്രി തന്നെ പറഞ്ഞോ? അവര് കേട്ടെന്ന് സൂഹിക്കട്ടെ. മധുരരാജ. 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 അതെ, കുറച്ച് ആ ഒരു ഇതിലൊന്ന് പറഞ്ഞേ. ഓക്കെ, അപ്പൊ ഇന്നത്തെ വാശിയേറിയ ബാക്കിൽ വെള്ളം കയറ്റി ബക്കറ്റിൽ ഞെക്കി പിടിക്കുന്ന മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നത് ടീം മധുരരാജ. സോ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ലാസ്റ്റ് മിനിറ്റിലേക്ക് കിടക്കാണ്. അപ്പൊ ഗായത്രിക്ക് എന്താണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിനെ പറ്റി തോന്നി? നമ്മുടെ പിള്ളേരെ പറ്റി എന്തൊക്കെയാ തോന്നി? നമ്മുടെ സ്റ്റാഫിനെ പറ്റി? ഒരുപാട് നാളിന് ശേഷമാണ് ഒരു ഷോയില് പങ്കെടുക്കണേ. ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള ഷോ ആണ്. എല്ലാ കണ്ടസ്റ്റൻസും എന്താ അങ്ങോട്ട് കൂടെ ഒരു ഈഗോയില് ഇങ്ങോട്ട് വന്ന് സംസാരിച്ചു, അങ്ങോട്ട് കുറെ സംസാരിച്ചു. പിന്നെ അതിലേറെ പോസിറ്റീവ് ആയിട്ടുള്ള 2 ആങ്കേഴ്സ് ആണ്. അതെ അതെ അതെ, വളരെ നല്ലൊരു ഇൻട്രൊഡക്ഷൻ തന്നതിന് ഒരുപാട് നന്ദി. വീണ്ടും വരും. ഗായത്രി പറഞ്ഞതുപോലെ തന്നെ വീണ്ടും നമ്മൾ വരികയാണ്. പുതിയ സെലിബ്രിറ്റി ഗസ്റ്റ്, പുതിയ ഗെയിമുകൾ, പുതിയ രസക്കാഴ്ചകളും ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും എത്തും. Because this is Rock and Roll.